തൃശ്ശൂരിൽ നിന്ന് തിയോഫിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, ഇപ്പോൾ DCC പ്രസിഡന്റിനെയും UDF ജില്ലാ ചെയർമാൻ ജോസ് വള്ളൂരിനെയും MB വിൻസെന്റിനെയും മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഈ നടപടികൾ കൊണ്ട് തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതാൻ കഴിയുന്നുണ്ടോ? ഈ രണ്ടും നേതാക്കളിലേക്ക് മാത്രം, അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? പ്രധാനമായും ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം തൃശ്ശൂരിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പരാതി ഉന്നയിച്ചത് ഇവർ രണ്ടുപേരെ കുറിച്ചും തന്നെയാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിലുണ്ടായ പോസ്റ്റർ പ്രചരണങ്ങളിലും MB വിൻസെന്റിനും ജോസ് വള്ളൂരിനും എതിരെ അവിടെ ഗുരുതരമായ ആരോപണം കേട്ട അനിൽ അക്കരെ അടക്കമുള്ളവരില്ലേ? TN പ്രതാപനെതിരെ അടക്കം ആരോപണം കേട്ടില്ലേ? പോസ്റ്ററുകളിലടക്കം വ്യാപകമായ പ്രചരണം യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഈ പറയുന്ന നേതാക്കന്മാർക്കൊക്കെ എതിരെ വന്നിട്ടില്ലേ? മനു, അതിൽ ഈ നമ്മൾ TN പ്രതാപന്റെയും അനിൽ അക്കരയുടെയും കാര്യം എടുക്കുമ്പോൾ TN പ്രതാപൻ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്, അനിൽ അക്കര KPCC സെക്രട്ടറിയുമാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷയം തണുപ്പിക്കുക, പ്രശ്നം തണുപ്പിക്കുക എന്നതിന്റെ ഭാഗമായാണ് DCC നേതൃത്വത്തിലെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജില്ലയിലെ UDF ചെയർമാൻ ഇവർ രണ്ടുപേരും രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു വിമതപക്ഷക്കാർ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഇവരുടെ നേതൃത്വത്തിലാണ് മറ്റു 2 പേർ കൂടി ഉൾപ്പെടെ അനിലക്കരയും TN പ്രതാപനും കൂടി ഉൾപ്പെടെ വലിയ ഒരു കളി നടന്ന് ഈ പ്രചാരണത്തിന് ആവശ്യമായ ഘട്ടങ്ങളിലൊന്നും ഇടപെടാതെയും പ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെയും നേതാക്കളെ കൊണ്ടുവരാതെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്നവരാണ് ഇവർ. നേരത്തെ തന്നെ ഇവർക്കെതിരെ ആരോപണം ഉള്ളതാണ്. പ്രവർത്തകർ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുള്ളതുമാണ് സംസ്ഥാന നേതൃത്വത്തോട്. പക്ഷെ അന്നൊന്നും നടപടി ഉണ്ടായില്ല. ഇത് ഒടുവിൽ കൂട്ടത്തല്ലിലേക്ക് എത്തിയപ്പോഴാണ് അടിയന്തരമായി തന്നെ ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഈ ജില്ലാ നേതൃത്വം ഒരുപക്ഷെ DCC നേതൃത്വത്തെ പിരിച്ചുവിട്ട് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. പുതിയ കമ്മിറ്റി വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അനിൽ അക്കരയ്ക്കും അതുപോലെ തന്നെ TN പ്രതാപനും ഒക്കെ ആ ജില്ലയിൽ നിർണായക സ്വാധീനമുണ്ട്. അപ്പോൾ പുതിയ കമ്മിറ്റി വരുമ്പോഴും അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കില്ലേ? കാരണം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവിടെ ഉയർന്നു വന്നതാണ്. ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ട വടക്കാഞ്ചേരിയിലുള്ള അനിൽ അക്കര ആലത്തൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കാതെ തൃശ്ശൂരിൽ എന്തിനു പ്രവർത്തിച്ചു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അന്ന് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു നേതൃത്വം വന്നാലും ഈ നേതാക്കളുടെ കൈപ്പിടിയിൽ തന്നെ ആയിരിക്കില്ലേ? മനു, അതും ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ശ്രമം ഇതിന്റെ തുടർച്ചയായി ഉണ്ടാകും. ആദ്യഘട്ടത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിനിടയിൽ ഈ നേതൃമാറ്റം കൊണ്ടുവന്നുകൊണ്ട് 2 കൂട്ടർക്ക്, അതായത് 2 വിഭാഗം, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൃത്യമായി തന്നെ പറയാം, നേതൃത്വത്തിൽ ഈ ജില്ലാ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന വിഭാഗവും മറ്റത് മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗവും എന്ന് പറയാം. ആ രീതിയിൽ 2 ഗ്രൂപ്പായി ഒരു ചേരിതിരിവ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ആ 2 ഭാഗത്തുള്ളവരെയും സമവായത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകാവുന്ന രീതിയിൽ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അത് ജില്ലയിൽ നിന്ന് ഒരാളാകുമ്പോൾ മിക്കവാറും അത് ആ പ്രശ്നപരിഹാരം പെട്ടെന്ന് സാധ്യമാവില്ല. അതിന് പകരം പുറത്തു നിന്ന് ഒരാളെ, ഒരു നേതൃ പാഠവുമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇവിടെ DCC പ്രസിഡന്റിന്റെ ചുമതല നൽകുക എന്നതാണ് പ്രധാനമായും KPCC ഉദ്ദേശിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാനുമായി തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ബെന്നി ബെഹനാനുമായി KPCC നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ബെന്നി ബെഹനാൻ അതിന് തൃശ്ശൂരിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിന്റെ അവസ്ഥ വളരെ വളരെ പ്രശ്നം പിടിച്ചൊരു സ്ഥലമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നേരിടേണ്ടി വരും ഒരാൾ ഈ പ്രശ്നപരിഹാരത്തിനായി ഇവിടെ എത്തുമ്പോൾ തന്നെ. അതുകൊണ്ട് ബെന്നി ബെഹനാൻ ഇതിലേക്കില്ല എന്ന് പറഞ്ഞ് ബെന്നി ബെഹനാൻ മാറിക്കഴിഞ്ഞു. പിന്നീട് ശ്രമിക്കുന്നത് കെ ശ്രീകണ്ഠനെ, പാലക്കാട് നിന്നും കെ ശ്രീകണ്ഠനെ ഇവിടെ കൊണ്ടുവന്ന് താൽക്കാലത്തേക്ക് കുറച്ചുനാൾ ചുമതല നൽകി ഈ പ്രശ്നങ്ങളൊന്ന് തണുക്കുന്നത് വരെ നിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും പുറമേ നിന്ന് ഒരാളെ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിച്ച് തൃശ്ശൂരിന്റെ നേതൃത്വം താൽക്കാലികമായി ഏൽപ്പിക്കുകയും എല്ലാ 2 കൂട്ടരോടും ഒരു ഐക്യമുണ്ടാക്കി പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു നീക്കവും
സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനു, ഇവിടെ ഇപ്പോൾ വന്ന് ഈ നടപടി കൊണ്ട് കെ മുരളീധരന്റെ എങ്കിലും രോഷം തണിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ? കാരണം നമുക്കറിയാം മുരളീധരൻ പരസ്യമായ അതൃപ്തി ഇന്നലെയും പ്രകടമാക്കിയ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അന്വേഷണ കമ്മീഷനെ KPCC നിയോഗിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ പരിഹസിക്കുകയായിരുന്നു കെ മുരളീധരൻ ചെയ്തത്. ഇനി അന്വേഷണ കമ്മീഷനെയൊക്കെ നിയോഗിച്ചാൽ കൂടുതൽ നാറ്റക്കേസാകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടി കൊണ്ട് കെ മുരളീധരനെങ്കിലും ആശ്വസിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ തിയോഫിൻ? അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല മനു. തീർച്ചയായും കെ മുരളീധരൻ അത്രയധികം ഇല്ലെങ്കിൽ ഇവരെടുക്കുന്ന 1-2 നടപടികൾ കൊണ്ട് അദ്ദേഹത്തെ പറ്റിക്കാൻ കഴിയില്ല, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അങ്ങനെ പറ്റിക്കാൻ കഴിയുന്ന ഒരാളല്ല കെ മുരളീധരൻ. പക്ഷേ ഇവിടെ നേതാക്കന്മാർ ഇവിടെ ചരട് വലിച്ചത് അദ്ദേഹം അറിയാതെ പോയി. അത് മാത്രമാണ് അദ്ദേഹത്തിന് കണക്കുകൂട്ടലിൽ പിഴച്ചുപോയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആവശ്യത്തിന് പ്രചാരണത്തിന് എത്താത്ത ആളുകൾ, നേതാക്കന്മാർ എത്താതിരുന്നു, പ്രവർത്തകരെ ആവശ്യത്തിന് എത്തിക്കാതിരുന്നു. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മൾ ആ വോട്ടെണ്ണൽ ദിവസം നമ്മൾ അദ്ദേഹത്തെ മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷം കാണുമ്പോൾ അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തിരുന്നതാണ്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നേതാക്കളെല്ലാം രംഗത്തെത്തിയിരുന്നു. തൃശ്ശൂരിൽ ആരും വന്നില്ല. നമുക്കറിയാം രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞിരുന്നു. അവസാന നിമിഷം, അതായത് തലേ ദിവസം രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ നടന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് രാത്രിയാണ് പിറ്റേ ദിവസത്തെ പരിപാടിയിൽ നിന്ന് മാറുന്നത്. അന്ന് നൽകിയ വിശദീകരണം അദ്ദേഹത്തിന് ഒരു ഭക്ഷ്യവിഷബാധയുണ്ടായി, അതിനെ തുടർന്നാണ് ആ പരിപാടി മാറ്റിവെച്ചത് എന്നായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയാൽ മറ്റൊരിടത്തും ഒരു നേതാക്കളും വന്നിരുന്നില്ല. മുരളീധരനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് DK ശിവകുമാർ എത്തിയിരുന്നു. പക്ഷെ DK ശിവകുമാർ വന്ന പരിപാടിയിൽ പോലും ആവശ്യത്തിന് പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല. അതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത്. നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നതാണ്. പൊരി വെയിലത്ത് കാത്തുനിന്ന് 200 പേര് തികച്ചുണ്ടാകാത്ത ഒരു പരിപാടിയായിരുന്നു. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും നിർണായക നേതാക്കളിൽ ഒരാളാണ്, ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായി DK ശിവകുമാറിനെ തൃശ്ശൂരിൽ എത്തിച്ചിട്ട് പോലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ അടിപിടിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, ഇന്നലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സജീവൻ കുര്യച്ചിറ, അദ്ദേഹമാണ് കെ മുരളീധരന് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ 45 ദിവസത്തോളം അഹോരാത്രം പണിയെടുത്ത വ്യക്തി. TN പ്രതാപൻ തുടക്കത്തിൽ ഈ ചുമതലയ്ക്ക്, അതായത് കെ മുരളീധരനെ വിജയിപ്പിക്കലാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് സ്വയം ഇതിന്റെ നേതൃനിരയിലേക്ക്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന ആൾ താനാണ് എന്ന നിലയിലേക്ക് പ്രഖ്യാപനം നടത്തി വന്നിട്ട് പോലും പിന്നീട് കണ്ടിട്ടില്ല. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാരണം തീരദേശ മേഖലയിൽ ഈ പ്രതാപന്റെ സ്വാധീന മേഖലകളിൽ കൊട്ടക്കണക്കിന് വോട്ടാണ് കോൺഗ്രസിൽ നിന്ന് ചോർന്നു പോയത്. നല്ല പ്രവർത്തനമായിരുന്നു. തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രതാപന്റെ സ്വന്തം മണ്ഡലമായ അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തായ തളിക്കുളത്ത് പോലും ഒരു വോട്ടിന്റെ ലീഡ് പോലും കോൺഗ്രസിന് നേടിയെടുക്കാൻ TN പ്രതാപന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ TN പ്രതാപന് കഴിയാഞ്ഞിട്ടല്ല, അല്ലാത്തപ്പോൾ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരുന്ന ഒരാളാണ്. തന്നെയുമല്ല, TN പ്രതാപന്റെ ഉള്ളിലുണ്ടായിരുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് തിയോഫിൻ. അങ്ങനെയുള്ള സാഹചര്യം മുൻനിൽക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ പോസ്റ്ററുകളിലൊക്കെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് വന്നത് എന്തായിരുന്നു? ഈ പറയുന്ന നേതൃത്വം, ആ നേതൃത്വം എന്ന് പറയുന്നതിൽ അനിൽ അക്കരയും TN പ്രതാപനും ഒക്കെ ഉണ്ട്. സംഘപരിവാറിന് നട തുറന്നു കൊടുക്കുകയായിരുന്നു ഈ നേതൃത്വം എന്നാണ് വിമർശിച്ചത്, അല്ലെങ്കിൽ വിമർശിക്കപ്പെട്ടത്. അതിൽ DCC പ്രസിഡന്റിനെതിരെയും UDF ജില്ലാ ചെയർമാനെതിരെയും മാത്രം നടപടിയെടുത്ത് ഒതുക്കാവുന്ന സംഭവമാണോ? അങ്ങനെ ഒരു നടപടിയെടുത്താൽ കോൺഗ്രസ് പ്രവർത്തകരുടെ രോഷം തീരുമോ? ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്, അവരുടെ രോഷമെല്ലാം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, ഈ തൃശ്ശൂർ സീറ്റ് BJPക്ക് കോൺഗ്രസ് കൊടുത്തതാണ് എന്നതാണല്ലോ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അവരുടെ രോഷപ്രകടനങ്ങളിലൂടെ. അപ്പോൾ ഈ 2 പേർക്കെതിരെ നടപടി എടുത്താൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായും മനു, ഇതിൽ അവസാനിക്കില്ല എന്നതാണ്. ഇത് ആദ്യഘട്ടത്തിൽ തീ തണുപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു നടപടിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ DCC നേതൃത്വത്തിനെ ഒന്ന് പുതുക്കി പണിയുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് നടപടി ഉണ്ടാവും. TN പ്രതാപനും അനിൽ അക്കരയ്ക്കുമെതിരെയും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഉറച്ചു പ്രതീക്ഷിക്കാം. കാരണം ഇതല്ലാതെ ചെറിയൊരു ജില്ലയിലെ നേതൃമാറ്റം കൊണ്ടൊന്നും കെ മുരളീധരനെ തണുപ്പിക്കാൻ കഴിയില്ല. അതോടൊപ്പം മുരളീധരന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന വലിയൊരു പക്ഷം കോൺഗ്രസ്സുകാർ ഇവിടെയുണ്ട്. ഇത് ഈ ജില്ലാ നേതൃത്വം കാണാതെ പോയി എന്നതാണ് ഇവരുടെ പാളിച്ച. അവർ തങ്ങളുടെ ശ്രീകണ്ഠൻ അദ്ദേഹം വരുമോ? അദ്ദേഹം സമ്മതം അറിയിച്ചിട്ടുണ്ടോ തൽക്കാലത്തേക്ക് വരാൻ തൃശ്ശൂരിലേക്ക്? അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മതം അറിയിച്ചു എന്ന കാര്യം നമുക്ക് വ്യക്തമായി ലഭിച്ചിട്ടില്ല. കാരണം അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്ന് ഒരുപക്ഷെ നേതൃത്വം കാര്യമായി ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ സാഹചര്യം ബോധ്യപ്പെടുത്തിയാൽ വന്നേക്കും. എങ്കിലും ഇതുവരെ നമുക്ക് അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ KPCC അധ്യക്ഷൻ അങ്ങോട്ടേക്ക് വരുമെന്ന് കേട്ടിരുന്നല്ലോ. ഇപ്പോൾ നടപടിയെടുത്തു, അനുനയ ചർച്ചകൾക്കൊക്കെയായി വരുമെന്ന് കേട്ടിരുന്നല്ലോ. അതുണ്ടാകുമോ?
മനു, KPCC പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ എത്തുമെന്നറിയുന്നു. പക്ഷേ 11 മണിയോടെ എത്താൻ ഒരു സാധ്യതയുണ്ട്. ഇവിടേക്ക് എത്തില്ല, തൃശ്ശൂരിലേക്ക് എത്തില്ലെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം തൃശ്ശൂരിലേക്ക് വരാനുള്ള ഒരു തീരുമാനത്തിന്റെ പിന്നാലെയാണ് ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് എത്തുന്നത്, ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും. അതിനിടയിൽ ഈ ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ജോസ് വള്ളൂർ കരുതിയിരുന്നത് താൻ ഡൽഹിയിൽ പോയി വളരെ സന്തോഷത്തോടുകൂടിയാണ് പോയത്. നേതാക്കളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്റെ പക്ഷം ന്യായീകരിച്ചുകൊണ്ട് കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കും, മറുപക്ഷത്തിന്റെ വാദങ്ങളൊന്നും ആരും കേൾക്കാനുണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ അവിടെ നടന്നത് KPCC സെക്രട്ടറിമാരോടക്കം നേതൃത്വം അവരോട് വിവരങ്ങൾ അന്വേഷിച്ചു. തൃശൂർ ജില്ലയിലുള്ള KPCC സെക്രട്ടറിമാരോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അടിയൊഴുക്കുകൾ എന്തെല്ലാമാണെന്ന വ്യക്തത അന്വേഷിച്ചു. ഈ നിർണായകമായ കൂട്ടത്തല്ല് മാത്രമല്ല, അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ സമാന്തരമായി ഈ തൃശ്ശൂരിലെ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം AICCയുടെ നിർദ്ദേശപ്രകാരം KPCC നടത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വ്യക്തമായ പിഴ ഉണ്ടെന്ന് ജോസ് വള്ളൂരിനും ഇവരെ രണ്ടുപേരെയും മാറ്റുന്നതിന് ജില്ലാ നേതൃത്വത്തിന്റെ നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന കീ പോസ്റ്റിലിരിക്കുന്ന ആളുകളാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ശരി, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് തിയോഫിൻ. ഏതായാലും ഇപ്പോൾ DCC അധ്യക്ഷനെതിരെയും UDF ജില്ലാ ചെയർമാനെതിരെയും നടപടി വന്നിരിക്കുകയാണ്. ഇരുവരെയും നീക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം അവിടെ പോകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, ഈ രണ്ട് നേതാക്കൾക്കെതിരെ മാത്രം നടപടിയെടുത്താൽ തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നതാണ്. അറ്റ്ലീസ്റ്റ് മുരളീധരന്റെ അതിർത്തിയെങ്കിലും മാറ്റാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പുറത്തുനിന്നൊരു നേതാവിനെ, തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നൊരു നേതാവിനെ തൽക്കാലത്തേക്ക് DCC പ്രസിഡന്റാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെന്നി ബെഹനാനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ VK ശ്രീകണ്ഠനോട് ഈ വിഷയത്തിൽ തൃശ്ശൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വരും സമയങ്ങളിൽ അതിനൊരു തുടർച്ചയുണ്ടാകും.